ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വല്ലപ്പോഴുമൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടലമാവ് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റവ പൊടിച്ച് എടുത്തതാണ്. അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി അതിലേക്ക് ചേർത്തു. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. അതല്ല സെപ്പറേറ്റ് വേണമെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് മാവിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. എപ്പോഴെങ്കിലും ഒരു സമയം നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വറുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാം. എല്ലാ വീട്ടിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത്, സ്നാക്സ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ വൈകുന്നേരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അത് ഒരെണ്ണം മതി, ധാരാളം ഉണ്ടാവും അതിൽ. നമുക്ക് കുറേ ബജി തയ്യാറാക്കിയെടുക്കാം ഒന്നിൽ തന്നെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെ നമുക്ക് ധാരാളം ബജി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് വെച്ചിട്ട് ബജി തയ്യാറാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് വരണമെന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കുന്ന മാവില്ലേ, ബാറ്ററിൻ്റെ ഒരു ടേസ്റ്റാണ് ആ ബജിക്ക് കിട്ടുന്നത് കൂടുതലായിട്ടും. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ പരമാവധി ഇതുപോലെ നമ്മൾ വെറും കടലമാവ് മാത്രം വെച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കടലമാവിൻ്റെ കൂടെ അരിപ്പൊടിയോ അതുപോലെ റവയോ എന്തെങ്കിലും കൂടെ ചേർത്താൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.